ഇന്നലെ വലിയ ആശങ്കയുണ്ടാക്കിയ മറ്റൊരു വാർത്തയായിരുന്നു നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് ദേശീയപാത 66ന്റെ സർവീസ് റോഡ് തകർന്നത്. ഈ സംഭവത്തിൽ ഇന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. ഉച്ചയ്ക്ക് 2:30-ക്ക് മലപ്പുറം കളക്ടറേറ്റിലാണ് യോഗം. റോഡ് തകരാനുണ്ടായ സാഹചര്യം, തുടർ നടപടികൾ എന്നിവ ഈ യോഗത്തിൽ കമ്പനി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കും. UDF കൺവീനർ അടൂർ പ്രകാശ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ തുടങ്ങിയ UDF നേതാക്കൾ ഇന്ന് കൂരിയാട് എത്തുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, പല രീതിയിലുള്ള പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഇത്തരം ഈ കൂരിയാടുള്ളതുപോലെ റോഡ് നിർമ്മാണത്തെ പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചാണ് ഈ പദ്ധതിയുമായും അല്ലെങ്കിൽ ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ഒരു വലിയ അപകടം ഇന്നലെ ഉണ്ടായി. സമാനമായ രീതിയിൽ ഇനിയും നിർമ്മിതികളുണ്ട്. അപ്പോൾ മുന്നോട്ട് പോക്കടക്കം പല കാര്യങ്ങളിലും നിർണായകമായ ചർച്ച നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂരിയാട് തന്നെയാണ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മഴയത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ മറ്റെന്തെങ്കിലും കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് വിശദീകരണം തരിക എന്നുള്ളതാണ്. എന്താണ് ഈ റോഡ് ഇടിയാനുള്ള കാരണം എന്നതിൽ ഔദ്യോഗികമായിട്ട് എന്ത് വിശദീകരണമാണ് അവർക്ക് തരാനുണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഇതിന്റെ നിർമ്മാണം അത് ഇനിയും സമയം, അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയം ഇതിന് എടുക്കേണ്ടതായിട്ട് വരും. അത് എത്ര കാലയളവ് വേണ്ടിവരും, അതുപോലെ ഇനി ഈ ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തില് ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം തുടർ മുൻകരുതൽ നടപടികൾ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം, ഔദ്യോഗികമായിട്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിലൊരു ഉറപ്പ്, ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30-ക്ക് ജില്ലാ കളക്ടറേറ്റിലാണ്, കളക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. അതിൽ പ്രാദേശിക ജനപ്രതിനിധികൾ മുതൽ MLA-മാരും അതുപോലെ തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നിർമ്മാണത്തിന്റെ അപാകതയല്ല ഇതിലൊരു വിഷയത്തിലേക്ക് നയിച്ചത് എന്നൊരു വിശദീകരണമാണ് അനൌദ്യോഗികമായിട്ട് ഈ നിർമ്മാണം നടത്തുന്ന കമ്പനിയിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളത്. അത് ഈ ഒരു മേഖലയിൽ ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്നതിന് കൂടുതൽ സൗകര്യങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതിന്റെ ഒരു സാഹചര്യമാകും ഇതിൽ കൂടുതലായിട്ടും ഇനി ഇതിന് ഒരു കാരണമായിട്ട് പറയുക എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ എത്ര സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു സാഹചര്യം. കാരണം അത്രമാത്രം ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്, ഒരു അപകടം തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ദിനങ്ങളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നും എന്ത് വിശദീകരണങ്ങളാണ് ഇതിൽ തരിക എന്നുള്ളതാണ് അറിയാനുള്ളത്. ഒപ്പം ഇനി ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നേരത്തെ തന്നെ ഈ ഒരു ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോൾ അതിന്റെ ഹൈവേ പ്രചരണം നടത്തുന്നു എന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇനി ഇത് ഒരു വീഴ്ചയായിട്ട് കണ്ട് പ്രതിപക്ഷം ഇത് എങ്ങനെ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നതും അറിയേണ്ടതാണ്. ഒപ്പം സർക്കാരിന്റെ വിശദീകരണം, എന്താണ് മന്ത്രി ഇതിൽ പറയുന്നത് എന്ന് അറിയേണ്ടതാണ്. എന്താണ് മന്ത്രി ഇതിൽ പറയുന്നത് എന്ന് അറിയേണ്ടതാണ്. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ഈ ഒരു പകൽ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൂരിയാട് ഈ മേൽപ്പാലത്തിന്റെ, ഹൈവേയുടെ മേൽപ്പാലത്തിന്റെ ഒരു ഭാഗത്താണ്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ തന്നെ എത്രമാത്രം വലിയൊരു ദുരന്തമാണ് വഴിമാറിപ്പോയതെന്ന് അറിയാൻ കഴിയും. കാരണം നിലവിലെ സർവീസ് റോഡിന്റെ ഒരു ഭാഗത്തേക്കാണ് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഈ സംവിധാനങ്ങൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ തോതിൽ തന്നെ ഒരു അപകടം
ഒഴിവായി പോയതാണ് എന്ന് പറയേണ്ടി വരും. 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അതിലായിട്ട് 8 യാത്രക്കാർ നിലവിൽ ചികിത്സയാണുള്ളത്. ആരുടെയും നില ഗുരുതരമല്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത നമുക്ക് ഇവിടെ കാണാം. നോക്കൂ, ഇവിടെ എല്ലാം തന്നെ ഇത് മേൽപ്പാലം, ഇതാണ് ഹൈവേ കടന്നു പോകുന്ന മേൽപ്പാലാണ്. ഇത് റോഡ് ഇവിടെ വിണ്ടുകയറിയത് കാണാം നമുക്ക്. ഇത് ഇന്നലത്തെ ഈ ഒരു മണ്ണിടിഞ്ഞതിന് ശേഷമുണ്ടായ സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും വലിയ ഭാരമാണ് ഈ സിമന്റ് കട്ടകൾ ഉണ്ടാക്കിയ ഈ ഒരു ഹൈവേയുടെ ഈ ഒരു ഘടനയ്ക്കുള്ളത്, നിർമ്മാണത്തിനുള്ളത്. അത് ഈ ചതുപ്പ് നിലത്തിൽ പ്രത്യേകിച്ച് മണ്ണിട്ടുയർത്തിയ സർവീസ് റോഡിന് ആ ഭാരം താങ്ങാനുള്ള ഒരു ശേഷിയില്ലാത്തതാണ്, അല്ലെങ്കിൽ ആ ഭാരം താങ്ങാൻ കഴിയാത്തതാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയത്. നമുക്കത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേയുടെ ഒരു ഭാഗം, അതായത് ഇടതുവശത്തുള്ള കോഴിക്കോട് ദിശയിലേക്ക് പോകുമ്പോൾ വലതുവശത്തുള്ള ഭാഗം ഒരു സ്ഥലത്തേക്ക് ചെരിഞ്ഞ് താഴ്ന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ ഒരു അപകടം. നമുക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു ദുരന്തമുണ്ടായി എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഇതിന്റെ ഭാരം കൂടി താഴേക്ക് ചെന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കൂ, ഇവിടെയെല്ലാം വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്നത് കൊണ്ട് ഇതുവഴി വലിയ വാഹനങ്ങൾ അധികം പോകാത്തത് കൊണ്ടും ആണ് ദുരന്തം വലിയ ആഘാതം അല്ലെങ്കിൽ വലിയ വ്യാപ്തിയിൽ എത്താതിരുന്നത് എന്ന് വേണം കരുതുവാൻ. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രമാത്രം ആഘാതം ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ. സത്യത്തിൽ മുകളിൽ നിന്നുള്ള ഈ കാഴ്ചകളാണ് ഈ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ കാണാം, ഇവിടെയൊക്കെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് ഇത്രയും വലിയ തോതിൽ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. ഈ ഭാരമെല്ലാമാണ് താഴേക്ക് എത്തി താഴത്തെ സർവീസ് റോഡ് കൂടി വിണ്ടു കയറുവാനും അതുപോലെ തന്നെ പൊളിഞ്ഞു പോകാനും ഒക്കെ ഒരു കാരണമായിട്ടുള്ളത്. ഇവിടെയെല്ലാം പൂർണ്ണമായിട്ടും ഇടിഞ്ഞു കിടക്കുകയാണ്. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക എത്രമാത്രം ഇടിവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മേഖലയ്ക്ക് ഈ ഒരു ചതുപ്പ് നിലമാണ്. ഇവിടെ ഇത് ചതുപ്പ് നിലമാണ്. ഈ നമുക്ക് പാടം കാണാൻ കഴിയും. ഈ പാടത്തിന്റെ മുകളിലൂടെയാണ്, ഈ പാടത്തിന്റെ ഇടയിലൂടെയായിരുന്നു ഈ വഴി കടന്നു പോരുന്നത്. അപ്പൊ ഈ പാടത്തിന്റെ ഘടന, ഒന്നാമത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് കൃത്യമായ തോതിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഈ ദേശീയപാതയുടെ നിർമ്മാണ കമ്പനി അധികൃതരും പറയുന്നത് അവർ അനൌദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ഇതിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പറ്റിയ ചില പിഴവുകൾ ഇതിലുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. കാരണം അതാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിർമ്മാണം നടത്താത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് വഴിവെച്ചത് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അനൌദ്യോഗികമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി അത് ഇന്നത്തെ യോഗത്തിൽ അവർ എത്രമാത്രം അത് പറയുമെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു റീച്ച് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അധികം ദൂരം വരുന്നുണ്ട് മേൽപ്പാലത്തിന് മുകളിലൂടെ. അതേ സമയം മേൽപ്പാലത്തിന്റെ താഴെ സർവീസ് റോഡിലും ഒരു അത്രയും 250 മീറ്ററിലധികം ദൂരം വരുന്നുണ്ട്. ആ മേഖലയിൽ ഒന്നാകെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു മേഖല ഇടിഞ്ഞു വീണിട്ടുണ്ട്, ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ച്, അതായത് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സമയത്തിലധികം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ റീച്ച് മുഴുവനായിട്ടും പുതിയ പ്ലാൻ അനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച് രണ്ടാമത് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വരും. എന്തിനാണെങ്കിലും അതീവ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ഇവിടെ എത്രമാത്രം ഇന്നലെ വിണ്ടുകീറിയ മേഖലകളിൽ ഇനി എത്രമാത്രം ആഘാതമുണ്ടാക്കും, കൂടുതൽ മേഖലയിലേക്ക് ഇത് ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളതൊക്കെ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ജില്ലാ കളക്ടറും ഈ ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരൊക്കെ വരും മണിക്കൂറുകളിൽ ഇവിടെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യമുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയപാതയിൽ ഗതാഗതം വഴി തിരിച്ചു വിട്ടതുകൊണ്ട് വരും മണിക്കൂറുകളിൽ
കനത്ത ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശൂർ കോഴിക്കോട് വളാഞ്ചേരി വഴി തൃശൂർ കോഴിക്കോട് സഞ്ചരിക്കുന്നവർക്ക് കക്കാട് ജംഗ്ഷൻ മുതൽ അപ്പുറത്ത് വഴിപ്പാറ വരെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഗതാഗതക്കുരുക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് ഇറങ്ങുന്നവർ ഇക്കാര്യം കൂടി ഒന്ന് മുൻകരുതൽ എടുത്തിട്ട് വേണം ഈ വഴിയിലൂടെ ഇന്ന് സഞ്ചരിക്കുവാൻ. ഒരുപക്ഷെ ദൂരത്തുള്ള യാത്രക്കാർക്കാണെങ്കിൽ തീരദേശപാത, അതായത് താനൂർ തിരൂർ റോഡ് തിരഞ്ഞെടുക്കുകയായിരിക്കും ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ അഭികാമ്യമായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ശ്രീജ, എന്തായാലും അനുമോദ്, വളരെ പെട്ടെന്ന് ആ റോഡ് ശരിയായി ആ വഴിയിലൂടെയുള്ള ഗതാഗതം സാധാരണഗതിയിലാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്രയും ദിവസത്തേക്ക് ഈ തരത്തിലൊരു ബുദ്ധിമുട്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്, ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ്. അപ്പോൾ ആ തരത്തിൽ ആ ഭാഗത്ത് എന്തായാലും വരും ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അല്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇപ്പോൾ രാവിലെ വലിയ തിരക്കില്ലാത്തത് വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് എത്തിത്തുടങ്ങുന്ന സമയമായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ ഹൈവേയിലൂടെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഹൈവേയുടെ പകുതി പോലും വീതിയില്ലാത്ത സാധാരണ റോഡുകളിലൂടെ ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ കടന്നു പോകുമ്പോഴുള്ള ഒരവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് വലിയ തോതിൽ തന്നെ ഒരു ഗതാഗതക്കുരുക്ക് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ദേശീയപാതയിൽ ഇവിടെ വഴിപ്പാറ മുതൽ കക്കാട് വരെയാണ് ഈ ഗതാഗതത്തിന് അനുവാദമില്ലാത്തത്. അത് അതിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ മമ്പുറം വഴിയാണ് കടത്തിവിടുന്നത്. അവിടെ ചെറിയ റോഡുകളാണ്. അവിടെയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി ഉള്ളത് ആണെന്ന് പറയാനും കഴിയില്ല. അപ്പോൾ കനത്ത മഴയുമുണ്ട് ഇവിടെ. സ്വാഭാവികമായിട്ടും വലിയ ഗതാഗതക്കുരുക്ക് വരും മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടാകും. അനുമോദം, ഇനി തിരിച്ച് നമ്മൾ ഈ റോഡിന്റെ കാര്യത്തിലേക്ക് വന്നാലേ, ഇപ്പം നിർമ്മാണത്തിലെ അപാകതയല്ല എന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റിക്ക് അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിക്ക് കൈയൊഴിയാൻ എത്ര കണ്ട് സാധിക്കും? കാരണം നമുക്കറിയാം, ഒരു ചതുപ്പ് നിലം, ഒരു പാടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വളരെ നമ്മളൊരു ഇക്കോളജിക്കലി ഫ്രജൈൽ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഈ പാടവും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ. അവിടെ ഇത്രയും ഭാരമുള്ളൊരു നിർമ്മിതി താങ്ങാൻ കഴിയില്ല. വെള്ളം ഒഴുകി പോകേണ്ട ഒരു ഭാഗമാണ് ഇതിപ്പോൾ. ഏറ്റവും കോമൺ സെൻസിൽ നമുക്ക് വരെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാട്ടുകാർ ഇത്തരം ആശങ്കകളൊക്കെ ഉയർത്തിയപ്പോഴും ഈ നിർമ്മാണ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ലേ? അതിനുത്തരം പറയേണ്ടി വരില്ല എന്തായാലും. ശ്രീജ, ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് പലരും ഇതിനു മുൻപ് പല മേഖലയിലും അപകട സാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പരാതി കൊടുത്തതായിട്ട് പറയും. നമ്മൾ ഇന്നലെ രാത്രി ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത അധികൃതരുമായും കളക്ടറുമായിട്ടുമൊക്കെ സംസാരിച്ചതാണ്. നിർമ്മാണത്തിലിരിക്കെ ഉണ്ടാകുന്ന പരാതികൾ അത് ആ സമയത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിനെക്കുറിച്ചും വഴി തടസ്സപ്പെടുന്നതിനെക്കുറിച്ചും അങ്ങനെ നിർമ്മാണ ഘട്ടത്തിൽ എവിടെയും ഉണ്ടാകാവുന്ന പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. അതല്ലാതെ ഈ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ജില്ലാ കളക്ടറുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പരാതികൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും. പക്ഷേ അത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ കുറിച്ചുള്ളതും അതേപോലെ തന്നെ ഘടനയെക്കുറിച്ചുള്ളതുമായിട്ടുള്ള പരാതികളാണോ എന്ന് ഒരു ഘട്ടത്തിലും പറയാനാകില്ല എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഫോണിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ നിർമ്മാണ ഘട്ടത്തിലെ പരാതികളെക്കുറിച്ച് ഇനി ഉയരുന്നത് ഒരുപക്ഷെ പലയിടങ്ങളിലായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. പക്ഷെ ഇവിടെ വിഷയം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു ചതുപ്പ് നിലം, പാടമാണ്. പാടത്തിൽ സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ വെള്ളം വന്നു ചേരുക അത് സാധാരണ ഒഴുകിപ്പോകുന്ന ആ മേഖലകളിലൊക്കെ തന്നെയാണ്. അവിടെ വെള്ളം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകും. അത് ഭൂമിക്കടിയിലാണെങ്കിൽ ആ മേഖലയിലെ ഭൂമിയുടെ മണ്ണിന്റെ ബലം കുറയ്ക്കും. ആ മണ്ണ് ചേറുപോലെ ബലമില്ലാത്തതാകും. സ്വാഭാവികമായിട്ടും മുകളിൽ വലിയ ഭാരം വരുമ്പോൾ താഴെയുള്ള ഈ മണ്ണിന് അടിയിലുള്ള ഭാഗത്ത് ബലമില്ലാതിരിക്കുമ്പോൾ മണ്ണ് ഇരിക്കും, അല്ലെങ്കിൽ മുകളിലെ ഭാരം താങ്ങാൻ കഴിയാതെ ഇതുപോലത്തെ സാഹചര്യം വരും. ഇതാണ് നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച്, ഒരു സാധാരണക്കാരന്റെ ഒരു വിലയിരുത്തൽ വെച്ച് നമുക്ക് ഇങ്ങനെ തന്നെ വേണം ഇതിനെ കാണുവാൻ. അതായത് വെള്ളം ഒഴുകിപ്പോകുന്ന വഴി താൽക്കാലികമായി തടസ്സപ്പെടുത്തുമ്പോൾ
അതുവഴി ഒഴുകിപ്പോകേണ്ട വെള്ളമെല്ലാം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും അത് ഈ മുകളിലെ ഭാരം താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഘടനയെ മാറ്റുകയും ചെയ്തിരിക്കാം. അതുതന്നെയാകാം ഇത്രയും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എത്രമാത്രം വലിയ ഒരു ഇടിവാണ് ഈ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇനി രണ്ടാമത് ഈ പിഴവുകൾ പരിഹരിച്ച് ഒരുപക്ഷെ ആ ഘടനയിലെ പിഴവുകളും നിർമ്മാണത്തിലെ പിഴവുകളും അതിന്റെ അശാസ്ത്രീയതയെല്ലാം പരിഹരിച്ചിട്ട് വേണം ഇനി ഈ ഒരു റീച്ച് രണ്ടാമത് ഉപയോഗത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുവാൻ. അതിന് എത്ര സമയമെടുക്കും, അതിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്നതൊക്കെ ഒരുപക്ഷെ ഇവർക്ക് ശാസ്ത്രീയമായിട്ട് കൂടി പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ വേണം കരുതുവാൻ. ആ തരത്തിലുള്ള സാഹചര്യം അത് വലിയ തോതിൽ തന്നെ സമയം ദീർഘിപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നിശ്ചയിച്ച സമയപരിധിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ഹൈവേയുടെ നിർമ്മാണം നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നാണെങ്കിൽ അതേക്കുറിച്ചൊക്കെ ഔദ്യോഗികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ നിർമ്മാണ കമ്പനി അധികൃതരും സർക്കാരും പറയുമെന്നുള്ളതും വ്യക്തമാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനോടകം തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആയി മാറുകയാണ്. ഇന്നിപ്പോ UDF കൺവീനറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തും. നമുക്ക് കൃത്യമായ അതാത് സമയത്തേക്ക് അതിലേക്ക് വരാം. CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരോട് വളരെ കൃത്യമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കോഴിക്കോട് തൃശൂർ ദേശീയപാതയാണ്. നല്ല മഴയുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ റോഡിൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ ബ്ലോക്ക് ഉണ്ടാവും. ചെറിയ റോഡിലൂടെയാണ് കയറിപ്പോകേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകളാണെങ്കിൽ തൽക്കാലം മാറ്റിവെക്കുന്നതാവും നല്ലത്. ഇനി അത്ര അത്യാവശ്യമാണെങ്കിൽ തീരദേശ പാതയുണ്ട്, ആ പാത തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് മണിക്കൂറുകളൊന്ന് മുൻകൂട്ടി കണ്ടു തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക.